ഈ ഗോവിന്ദൻ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള MLA അല്ലേ? ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും. ഒരുമിച്ചായിരുന്നു 89 ജനതാ പാർട്ടി അല്ല, 89 അതായത് CPM മുങ്ങാൻ പോവുകയാണ്, CPIയും അതോടുകൂടി മുങ്ങിപ്പോവും. പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ RSSുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം RSSും CPMും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ്. ആ അവിശുദ്ധ ബാന്ധവം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന അവകാശവാദത്തിന് അവർ ചില കാരണങ്ങൾ നിരത്തുകയുണ്ടായി. അതിൽ ADGP MR അജിത് കുമാർ RSS മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ച, തൃശൂർ പൂരത്തിലുണ്ടായ കോലാഹലങ്ങൾ, കൂടാതെ പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതേ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ടായി. അന്നും ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡിൽ ഞൊടിയിടയിൽ അവിടെ CPMനോടൊപ്പം BJP പ്രവർത്തകരും എത്തിയെന്നുള്ളതായിരുന്നു. അത് തീർത്തും തന്ത്രപരമായ ഒരു രീതിയായിരുന്നു എന്ന വാദം കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതുപക്ഷം തന്നെ ഒരു വിവാദത്തിനുള്ള കളം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതും ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ നേതാവോ അല്ല, CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ്. അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ അഭിമുഖത്തിലാണ് RSSുമായി CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാദം ഉയർത്തിയത്. അത് വിവാദമാകുമെന്ന് ഓർമ്മപ്പെടുത്തൽ ആ അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ സത്യം തുറന്നു പറയുന്നതിൽ യാതൊരു ഭയവുമില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ മാഷിന്റെ മറുപടി. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വിവാദമായി മാറുന്നു. RSSുമായുള്ള ബന്ധം MV ഗോവിന്ദൻ മാഷ് തന്നെ തുറന്നു പറയുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പരക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധത്തിന്റെ പഴയകാല ചരിത്രത്തിന്റെ ചുരുളുകൾ അഴിക്കുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടത് മറ്റൊരു തലമായിരുന്നു. കേവലം ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ അഭിമുഖത്തിൽ വന്നിരുന്ന എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല അവിടെ ചെയ്തത്. അതിനു പകരം സ്വാഭാവികമായും BJPയുടെ സ്ഥാനാർത്ഥി ദുർബലനായതുകൊണ്ട് തന്നെ ഹൈന്ദവ ഭൂരിപക്ഷ മേഖല എന്നുകൂടി പരിഗണിക്കുവാൻ കഴിയുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം, അതായത് 45% ഹിന്ദു വോട്ടുകളുള്ള നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഹൈന്ദവ വോട്ടുകൾ കൂടി തങ്ങളോടൊപ്പം ശേഖരിക്കുക എന്നൊരു ധാരണ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ M സ്വരാജ് ഒരു മറുവാദം പറയുന്നുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും BJPയുമായുള്ള RSSന്റെ ബന്ധം കുറച്ചുകൂടി വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നതിന് ചില ചിത്രങ്ങളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ടായി. പിന്നീട് അദ്ദേഹം ഉയർത്തുന്ന ചില ആരോപണങ്ങൾ കുറച്ചുകൂടി ബലം ഏറിയവ തന്നെയാണ്. RSSുമായുള്ള ബന്ധം CPMന് കാര്യമായ രീതിയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം മുൻപോട്ട് കൊണ്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSSും CPMുമായുള്ള അവിശുദ്ധ ബാന്ധവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ RSS കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. ഇന്നിപ്പോൾ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ്, അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ്, ജനസംഘവുമായിട്ട് പോലും അല്ല. ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥക്കെതിരായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകെട്ട് മാത്രമാണ്, അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ 1975 മുമ്പ് 67 CPMന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ജനസംഘമായിട്ട്. അതിന്റെ തെളിവുകൾ എല്ലാവർക്കും ഉണ്ട്. സംയുക്ത വിധായകതല ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി CPMന് കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഇനി 1975 ഈ കൂട്ടുകെട്ടിന്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത്. സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറത്തു വന്നത്. പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത്? ഞാൻ രാജിവെക്കാൻ കാരണം
സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ RSSുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു. അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും. അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചതാണ്. സുന്ദരയ്യയുടെ രാജിക്കത്തിൽ ഈ മെൻഷനുണ്ട്. ഇനി അന്നും മാത്രം കൂടിയിട്ടില്ല, അതിനു മുമ്പ് കൂടിയതും മറന്നുപോയി, അതിനുശേഷം കൂടിയതും മറന്നുപോയി. എന്നാണ് ഇപ്പോഴത്തെ BJP ഉണ്ടായത്? 1980 ഏപ്രിൽ 6 തീയതി അല്ലേ? ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ 1989 ഒരു ഫോട്ടോയാണ്. ആരൊക്കെയാണെന്നറിയാമോ നിൽക്കുന്നത്? വാജ്പേയി, രാമറാവു, LK അദ്വാനി, VP സിംഗ് തുടങ്ങിയ നേതാക്കൾ. ഇരിക്കുന്നവർ ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും. ഒരുമിച്ചായിരുന്നു 89 ജനതാ പാർട്ടി അല്ല. 89 ജനതാ പാർട്ടിയല്ല, രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റേത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കാൻ. 89 അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. എന്നിട്ടെന്താ TN ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടിപിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു CPMന്റെ ഭാഷ്യം. ഇപ്പൊ കേരളത്തിലൊക്കെ C&AG റിപ്പോർട്ട് കീറിക്കളയാണ് CPM. അതല്ല, അപ്പൊ 89 ഇവർ ഒരുമിച്ച് കൂടി. അന്ന് മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയേക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ മൊഹിസന്റെ ഒരു വിലയിരുത്തലുണ്ട്. ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും. നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് 89 മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയേക്ക് എഴുതിയിട്ടുണ്ട്. പ്രവചനാത്മകമായിരുന്നു. പിന്നീട് തളർന്നു വീണിട്ട് രണ്ടു കാലിൽ എണീറ്റ് നിൽക്കാൻ ഇന്ത്യയിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ബംഗാളിൽ 33 വർഷം ഭരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി. ഇതാണ് സ്ഥിതി. 2015 CK ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാരിയേക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, CPM ഈസ് ഗോയിങ് ടു സിങ്ക്, CPI വിൽ ഓൾസോ സിങ്ക് അലോങ് വിത്ത് CPM. അതായത് CPM മുങ്ങാൻ പോവുകയാണ്, CPIയും അതോടുകൂടി മുങ്ങിപ്പോവും. ഇതിന്റെ എല്ലാം പരിണതഫലമാണ് ഇന്ത്യയിൽ ഇന്ന് CPMഉം CPIയും. അതായത് കോൺഗ്രസ് വിരോധം. ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67ലും 75ലും 89ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടിയാൽ വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും. ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും RSSന്റെ വോട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ RSSന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പിണറായി വിജയന്റെ പല സമയത്തും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ചില സമയത്തെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്റെ ചോദ്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി CPM ഓർക്കാൻ കാര്യം? നമ്മൾ വേർപിരിഞ്ഞെങ്കിലും, ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ഇത് RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരിക്കും. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങൾ നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട്? മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ്. അവിടെ ഇവരെല്ലാം, ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതാണല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ചോദിച്ചത്. ഇപ്പോഴും കേരളത്തിൽ CPM BJP ബാന്ധവുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായില്ല. ആക്ഷേപം കേട്ടപ്പോഴാണ് പേരിനൊരാളെ പിടിച്ച് നിർത്തിയത്. എന്നിട്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പച്ചയ്ക്ക് വർഗീയത എല്ലാ വീടുകളിലും പോയി CPM പറയുകയാണ്, പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് അവിടെ. എന്നിട്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാം, ഈ ഗോവിന്ദൻ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള MLA അല്ലേ? നേരത്തെ ജയിച്ചിട്ടില്ലേ പല പ്രാവശ്യം? 3 പതിറ്റാണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത്. എന്നിട്ട് ഇന്ന് പറയാ, ദേശാഭിമാനി വായിച്ചിട്ടാണ് പറയണത്,
എന്നിട്ട് UDF അസോസിയേറ്റ് മെമ്പർ ആക്കിയത്. ഞാൻ അന്നേ മറുപടി പറഞ്ഞാണ്, ദേശാഭിമാനി അല്ല UDF-ലെ ഘടകകക്ഷികളെ എടുക്കുന്ന സംവിധാനം. അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടല്ല UDF-ലെ ഘടകകക്ഷികളെ എടുക്കണം. ഒരു ദിവസം ദേശാഭിമാനിലൊരു വാർത്തയാണ്, വെൽഫെയർ പാർട്ടിയെ UDF-ലെ അസോസിയേറ്റ് അംഗമാകും. അവരാണ് തീരുമാനിക്കുന്നത്. UDF-ൽ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല. ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല.